റോഡ് നിർമ്മിച്ച ചെലവ് തിരിച്ചുപിടിക്കാനും അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്താനുമാണ് ടോൾ പിരിവ്. എന്നാൽ പലപ്പോഴും ടോൾ ബൂത്തുകൾ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളായി മാറുന്നതും സംഘർഷ ഭൂമിയായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ടോൾ ബൂത്തുകളിൽ യാത്രക്കാർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? യാത്രക്കാർക്ക് ടോൾ കമ്പനി നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെ? വിശദമായി നോക്കാം. എല്ലാവർക്കും ഒരേ ടോളല്ല. വാഹനത്തിൻ്റെ ഭാരം, വലിപ്പം, റോഡിനുണ്ടാകുന്ന കേടുപാടുകൾ, ഒപ്പം വാഹനത്തിൻ്റെ ഉപയോഗതരം വാണിജ്യമാണോ സ്വകാര്യമാണോ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ടോൾ തുക നിശ്ചയിക്കുന്നത്. കേന്ദ്ര നിയമപ്രകാരം 2 ടോൾ പ്ലാസകൾ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആയിരിക്കണം. 10 സെക്കൻഡിനുള്ളിൽ ടോൾ പ്ലാസയിലൂടെ ഒരു വാഹനം കടത്തിവിടണം. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല എന്നാണ് കോടതി ഉത്തരവ്. എന്നാൽ ടോൾ നിയമത്തിൽ ഇക്കാര്യങ്ങൾ, സമയക്രമത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. ടോൾ കമ്പനിയിലെ ജീവനക്കാരുടെ മോശം പെരുമാറ്റം ഉണ്ടായാൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാം. 1033 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും ബന്ധപ്പെടാം. സൗകര്യപ്രദമായ എക്സിറ്റ് എൻട്രി മാർഗങ്ങൾ ഉണ്ടാകണം. സ്ഥിരമായി പ്രവർത്തിക്കുന്ന ഫാസ്ടാഗ് സംവിധാനങ്ങൾ, യാത്രക്കാർക്ക് കുടിവെള്ളവും അതോടൊപ്പം ശുചിമുറി സൗകര്യവും ലഭ്യമാക്കണം. ഓരോ ഷിഫ്റ്റിലും ഹെൽപ്പ് ഡെസ്ക്, CCTV നിരീക്ഷണം, യാത്രക്കാരുടെ പരാതികൾക്ക് ഫീഡ്ബാക്ക് സംവിധാനം, നിരക്കുകൾ പ്രദർശിപ്പിക്കുന്ന ബോർഡ്, അങ്ങനെ പോകും ടോൾ കമ്പനി യാത്രക്കാർക്ക് നൽകേണ്ട സേവനങ്ങൾ. ആംബുലൻസുകൾ, ഫയർ ട്രക്കുകൾ തുടങ്ങിയ അടിയന്തര വാഹനങ്ങൾ, ഔദ്യോഗിക ഡ്യൂട്ടിയിലുള്ള സായുധ സേനകളുടെയും അർദ്ധ സൈനിക വിഭാഗങ്ങളുടെയും വാഹനങ്ങൾ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ കൊണ്ടുപോകുന്നതോ അനുഗമിക്കുന്നതോ ആയ വാഹനങ്ങൾക്ക് ഇളവുണ്ട്. ഈ ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന നാട്ടുകാർക്കും ഇളവുണ്ട്. നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇങ്ങനെയൊക്കെയാണെങ്കിലും പലയിടത്തും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.